നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി പടച്ചവനെ പൊട്ടിക്കരയുകയാ. തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീബി കരയുമ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് ഖബർ കുഴിക്കും, എന്നിട്ട് എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ ഖബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെ അല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എന്റെ കൈ കൊണ്ട് ഖബർ കുഴിച്ച് നിന്നെ ഖബറിന്റെ അകത്ത് ഞാൻ ഖബറടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നീ ചോദിച്ചു, നബി ഇപ്പൊ അങ്ങനെ വേണ്ട, ഇപ്പൊ അങ്ങനെ വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ഈ തലവേദന കാരണം ഞാനെങ്ങാനും മരിച്ചുപോയാൽ, അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ തലവേദന കാരണം ഞാനങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷയുടെ പ്രതികരണം അറിയാൻ, ആയിഷ ബീവിയുടെ മറുപടി കേൾക്കാൻ അതുവരെ പ്രവാചകൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാനെങ്ങാനും മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? റസൂലുള്ളാഹിയുടെ വാപത്തി പിടിക്കുകയാണ്. മുത്തുനബിയുടെ വാപത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, അത് താങ്ങാൻ കഴിയാത്തതാണ്. ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സൂചനകൾ കൊടുത്തു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിച്ചു. രോഗങ്ങൾ അള്ളാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു. എല്ലാവരോട് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നില് ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി. റസൂലുള്ളാഹിന് വല്ലാത്ത ശരീരവേദനയായി. എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ ബിലാൽ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, നബിയേ, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, പ്രവാചകൻ ഇത്
പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അല്ലാഹുവേ, ബിലാൽ തങ്ങളെ നിലവിളിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ? റസൂലുള്ളാഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്ത് സഹാബത്തിന്റെ കൂട്ടക്കരച്ചലാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തേ ശബ്ദം കേൾക്കുന്നത്? അങ്ങ് നമസ്കരിക്കാൻ പോകാത്തത് കാരണം സ്വഹാബത്ത് കിടന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്യുകയാണ്, റബ്ബേ, എനിക്ക് പോകാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു. ചെറുതായിട്ട് പനിയൊന്ന് കുറഞ്ഞു, അവിടുത്തെ രോഗമൊന്ന് കുറഞ്ഞു. റസൂലുള്ളാഹി തങ്ങള് അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് സ്വഹാബികളുടെ കഴുത്തിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് നടക്കാൻ കഴിയാതെ കാലിങ്ങനെ തറയിലൂടെ വലിച്ചാട് ഇഴഞ്ഞിഴഞ്ഞാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി തങ്ങള് മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ പടിയിലിരുന്നു. പ്രവാചകന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ പടിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാബിൽ കയറി ഇരുന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഞാൻ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലണമെങ്കിൽ തല്ലി തീർക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ, ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാൻ ഒരു നബിയെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖത്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി. വല്ലാതെ രോഗം വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം ഇങ്ങനെ കൂടുകയാ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത്. മക്കളെ വിളിച്ച് ഉപദേശം കൊടുത്തു. തന്റെ ഭാര്യമാരെ വിളിച്ച് ഉപദേശം കൊടുത്തു. എന്നിട്ട് ഭാര്യമാരോട് മുഴുവനും പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഭാര്യമാരെല്ലാവരും സമ്മതം കൊടുത്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീടിൻ്റെ അകത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. റബീഉൽ അവ്വൽ 12, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് രോഗം കൂടി. പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാപ്പാനെ കാണാൻ വന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വാപ്പാനെ കണ്ടതും സഹിച്ചില്ല. വാപ്പയുടെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ വാപ്പാടെ ചാരത്ത് വന്നിട്ട് നിലവിളിക്കുകയാ, കരയുകയാ. തൻ്റെ പൊന്നാര മകള് കരയുന്നു. വാപ്പ അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, വാപ്പയുടെ മരണമെടുത്തു. ചില അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെന്ന് പറഞ്ഞു, നിന്റെ വാപ്പയുടെ മരണമെടുത്തു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ, അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, നീ കരയണ്ട. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു, മോളെ, എൻ്റെ വാപ്പാടെ തൊട്ടുപുറകിൽ നീയുമുണ്ട്. വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വാപ്പയുടെ തൊട്ടുപുറകിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. അല്ലാഹുവേ, ബാപ്പാനെ വല്ലാതെ സ്നേഹിച്ച മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം കൂടുകയാണ്. പ്രവാചകൻ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലായി. പടച്ചവനെ, സ്വഹാബാക്കളൊക്കെ വല്ലാത്ത വിഷമത്തിലാ. അവരൊരിക്കലും മനസ്സിലൊരു സ്വപ്നത്തിൽ പോലും പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം പ്രവാചകന് നല്ല ആരോഗ്യമുണ്ട്, 63 വയസ്സേ ആയിട്ടുള്ളൂ. പടച്ചവനെ, പ്രവാചകന് സാധാരണ പനിയല്ലേ. സഹാബത്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവസാനം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ വീടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ കാണുന്ന കർട്ടൻ ഒന്ന് മാറ്റി ആയിഷ. വീടിന്റെ അകത്ത് ജനലിട്ടിരിക്കുന്ന കർട്ടനങ്ങ് മാറ്റുമ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനെ നോക്കുകയാണ്. പ്രവാചകന് സ്വഹാബത്തിനെ നോക്കുകയാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അന്ന് വല്ലാത്ത പ്രകാശം. അത് കണ്ടപ്പോ സഹാബത്തിന് സന്തോഷമായി. റസൂലുള്ളാഹിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. 17 വഖത്ത് നിസ്കരിക്കാൻ മുത്തുനബി ഇമാമത്ത് നിൽക്കാൻ വന്നിട്ടില്ലല്ലോ. അവസാനം പ്രവാചകന്റെ മുഖം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകന്റെ പനിയൊക്കെ മാറി. പ്രവാചകൻ നമസ്കരിക്കാൻ ഇനി വരുമല്ലോ. സഹാബാക്കളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. പ്രവാചകൻ ഓരോ സഹാബികളെയും ഇങ്ങനെ നോക്കി. എന്നിട്ട് അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാണ്. പടച്ചവനെ എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനങ്ങ് തിരിച്ചു പിടിച്ചിടാൻ. അവിടെ നിന്ന് കർട്ടനങ്ങ് തിരിച്ചിട്ടു. സഹാബത്ത് മുഴുവനും പ്രവാചകന്റെ രോഗമൊക്കെ മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഒരുപാട് ദിവസങ്ങളായി പള്ളിയിൽ തന്നെയാണ്. സഹാബാക്കളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കുടുംബത്തിലേക്ക് പോയി. എല്ലാവരും പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു 10 മണി 11 മണി ആ സൂര്യന്റെ ചൂട് വരുന്നതിന് സമയമെടുത്തപ്പോ, ളുഹാന്റെ സമയമെത്തിയപ്പോ 10-11 മണിയായി. അള്ളാന്റെ റസൂലിന് പെട്ടെന്നങ്ങ് പനി കൂടുകയാണ്. പ്രവാചകന് പെട്ടെന്നങ്ങ് പനി കൂടി. അല്ലാഹുവേ, ആയിഷ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്. രണ്ടുപേരും മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് അവിടെ നിന്ന് രോഗം കൂടുകയാണ്. റബ്ബേ, റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടെ നിന്ന് പടച്ചവനെ രോഗം കൂടി. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ എഴുന്നേറ്റു പറയുകയാ, ആരായാലും തിരിച്ചു പോകുക. എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് വല്ലാത്ത വേദനയാണ്, എന്റെ വാപ്പ ഉറങ്ങുകയാണ്. നിങ്ങൾ ശല്യം ചെയ്യല്ലേ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകൾ അവിടെ പറയുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. രണ്ടാമതും സലാം കേൾക്കുകയാണ്. രണ്ടാമതും സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, രോഗമാണ്, വേദനയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ, വാതില് തുറക്കുമോളെ. ആരാ വന്നതെന്നറിയുമോ? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് വന്ന് സലാം പറയുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, അസ്റായീലേ, എന്തിനാ വന്നത്? എന്തിനാ വന്നത്? എന്റെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ?
എന്നെ കാണാൻ വന്നതാണോ? അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്. ഒന്നുകിൽ പടച്ചവരെ അവിടുത്തെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ, ഇല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാണ്. ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എന്തേ എന്നെ കാണാൻ വരാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കിടത്തം കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു. അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകന് കിടന്ന് പിടയുകയാ, അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. പടച്ചവരെ, മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റായീൽ വല്ലാതെ വേദനിക്കുന്നു. അസ്റായീൽ ഇത് പറയുന്നത് ആരെന്നറിയോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അസ്റായിലെ വേദനിക്കുന്നു, ഒന്ന് പതുക്കെ പിടിക്കുവോ? മലക്കുൽ മൗത്ത് കരയുന്നു, നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. പടച്ചവരെ, റൂഹ് പിടിക്കുകയാണ്. റസൂലുള്ള എഴുന്നേക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. പ്രവാചകനതാ കടന്നു വല്ലാത്ത പ്രയാസത്തിലാ. പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരിയിട്ട് പ്രവാചകൻ മുഖത്തെ കൊഴിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഒരു ദിവസം മരണം തേടി വരുമല്ലോ. ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസ്റായിൽ വരുമല്ലോ. എന്ത് ചെയ്യും സഹോദരാ? എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തുനബിയാ കരയുന്നത്, വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്. എന്തിന്റെ പേരില്? മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് പിടയുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മടിയിലാ കിടന്നത്. എന്തൊരു ഭാഗ്യമെന്നറിയോ, എന്തൊരു ഭാഗ്യമെന്നറിയോ? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ മുത്തുനബി. ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷാ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചോ, വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തുനബിയുടെ മുഖം തുടയ്ക്കുകയാണ്. ഫാത്തിമ ബീവി എടുത്തിരുന്ന് ഉപ്പാന്റെ ശരീരം തടകുകയാ. പടച്ച റബ്ബേ, അവസാനം റസൂലുള്ള എഴുന്നേറ്റു. പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷാ ബീവി റളിയല്ലാഹു തആല മിസ്വാക്ക് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ മുത്തുനബിയുടെ കൈ അനങ്ങുന്നില്ല. റസൂലുള്ള
റസൂലുള്ളാഹി തങ്ങളുടെ കൈ ചലിക്കുന്നില്ല. റസൂലുള്ളാഹിയോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ ഞാൻ തേച്ചു തരട്ടെ നബിയേ, അങ്ങയുടെ പല്ല് ഞാൻ പേച്ചു തരട്ടെ? സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ കഴുത്തിന്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ, മുത്തുനബിയുടെ പല്ല് തേച്ചു കൊടുക്കുകയാ. റബ്ബേ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുത്തെ റൂഹുമായിട്ടങ്ങ് പറന്നു പോവുകയാ. അല്ലാഹുവേ, ആ വിളക്കണഞ്ഞു പോയല്ലോ, ആ വിളക്കണഞ്ഞു പോയല്ലോ. ആണുങ്ങൾ ആരുമില്ല, ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും മാത്രമാണ് വീടിന്റെ അകത്തുള്ളത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷ ബീവി പറയുന്നുണ്ട്, ആരാ മയ്യത്തെടുത്ത് കിടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ വഫാത്തായി കിടക്കുമ്പോ ആരാണ് മയ്യത്തെടുത്ത് കിടത്തിയതെന്നറിയില്ല. പടച്ചവനെ, ആയിഷ ബീവിക്ക് ബോധം വന്നു നോക്കുമ്പോ റസൂലുള്ളാഹിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. ആരാ കുളിപ്പിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. ഈ രണ്ട് മലക്കുകളും മുത്തുനബിയുടെ ശരീരം എടുത്തു കൊണ്ടുവന്ന് നേരെ കിടത്തുകയാണ്. ഫാത്തിമ ബീവി പറയുന്നു, ഞാനല്ല കിടത്തിയത്. ആയിഷ ബീവി പറയുന്നു, എനിക്കറിയില്ല. മലക്കുകൾ എടുത്തു കൊണ്ടുവന്ന് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ വീടിന്റെ അകത്തിരുന്നൊരു നിലവിളിയാട്. റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കുമ്പോ മദീന തേങ്ങുകയാണ്. കേട്ടവർ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്ത എന്ന വാർത്തയുണ്ടല്ലോ, കാട്ടുതീ പോലെ പടരുമ്പോ അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പിടഞ്ഞു വീഴുകയാ. അലിയാർ തങ്ങൾ നാവ് പൊങ്ങുന്നില്ല, അലിയാർ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. മസ്ജിദുൻ നബവിയിൽ പലരും തളർന്നു വീണുപോയി. റസൂലുള്ളാഹി വഫാത്ത എന്ന് പറയുമ്പോ പടച്ചവനെ, എല്ലാവരും താങ്ങാൻ കഴിയാത്ത വേദനയാണ്. പലരുടെയും നാവ് പൊങ്ങുന്നില്ല, പലരും സംസാരിക്കുന്നില്ല. പടച്ചവനെ, മസ്ജിദുൻ നബവിയിലേക്ക് എല്ലാവരും ഓടുകയാണ്, മുത്തുനബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ആരോ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാലിഴച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ വീട്ടിലേക്ക് വരുന്നത്. അലിയാർ തങ്ങൾ മിണ്ടും സ്വഹാബത്ത് മുഴുവനും കരച്ചലാണ്. ഒരു മനുഷ്യനും പരസ്പരം സംസാരിക്കുന്നില്ല. ആ സമയത്താണ് ഉമർ വരുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാ. ഒരു ഭ്രാന്തനെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ വാള് കൊണ്ടുവന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, റസൂലുള്ളാഹി ഉറങ്ങുകയാ, റസൂലുള്ളാഹി ഉറങ്ങുകയാ. മൂസാ നബി 40 ദിവസം അല്ലാഹനെ കാണാൻ പോയതുപോലെ എൻ്റെ മുത്തുനബി പോയിട്ട് തിരിച്ചു വരും. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന് പറഞ്ഞാ അവന്റെ തലയെടുക്കുമെന്ന് വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ തങ്ങളില്ലായിരുന്നു. തന്റെ അകന്ന തടച്ചവനെ തന്റെ വീട്ടിൽ പോയിരുന്നു. അകന്നൊരൽത്ത സ്ഥലത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവിടെയാണ് മഹാനായ അബൂബക്കർ
സിദ്ദീഖ് തങ്ങൾ പോയത്. അവസാനം അവിടുന്ന് മരണവാർത്തയറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ചവരെ, അവിടുന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന്, തന്റെ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. പുതച്ച് കിടത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പുതച്ച് കിടത്തിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ, നബിയുടെ മുഖത്തിട്ടിരുന്ന ആ തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മുട്ടുകുത്തിയങ്ങ് താഴെ വീഴുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം കണ്ടപ്പോ അവിടുന്ന് മുട്ടുകുത്തിയിട്ട് നിലവിളിച്ചങ്ങ് താഴെ വീഴുകയാണ്. എന്നിട്ട് റബ്ബേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, എന്തൊരു ചിരിയാ നബിയേ, എന്തൊരു പ്രകാശമാ നബിയേ. മുത്തുനബിയുടെ മുഖത്തെ ചിരി കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് സ്വഹാബത്തിനെ എത്ര വേദനിപ്പിച്ചു എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അവിടുന്ന് ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ ഒരു കഴുതയെ കിട്ടി. മനുഷ്യന്റെ കാര്യം പോകട്ടെ, യൗഫർ എന്ന് പറയുന്ന ഒരു കഴുതയുണ്ടായിരുന്നു. അത് ഖൈബർ യുദ്ധത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയതാണ്. പടച്ചവനെ, പ്രവാചകന് ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുതയോട് പറയും. പ്രവാചകനോട് ആ കഴുത സംസാരിക്കുമായിരുന്നു. ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാ ഈ കഴുത വീടിന്റെ മുന്നിൽ പോയി നിൽക്കും. ഈ കഴുതയെ കണ്ടാൽ അല്ലാഹുവേ, വീട്ടുകാര് മുത്തുനബിയുടെ മുന്നിൽ വരുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ, മുത്തുനബിയുടെ മരണവാർത്തയറിഞ്ഞപ്പോ ഈ കഴുത സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ വഫാത്ത് കേട്ടപ്പോ അവിടുന്ന് കിണറ്റിലേക്ക് വീണു മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, അതുപോലെ പ്രവാചകന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ഖൽബ എന്ന് പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. പടച്ചവനെ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ അവിടുന്ന് പട്ടിണി കിടന്ന് മരിച്ചുപോയെന്ന് ചരിത്രം പറയുകയാ. മൃഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ നടുവിലിരിക്കുകയാണ്. ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു മനുഷ്യനും അറിയില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. നേരെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിലേക്ക് കയറി. അല്ലാഹുവേ, പള്ളിക്കകത്ത് ചെന്ന് മിഹ്റാബിന്റെ മുകളിൽ കയറി. സ്വഹാബത്ത് മുഴുവനും പള്ളിയുടെ നാലു ഭാഗത്തും തളർന്നു കിടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ഇടത് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കുമറേ, ഉമറേ ഇരിക്കുമറേ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ ഉമർ തങ്ങൾ കേൾക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു, ഉമറേ ഇരിക്കുമറേ. എന്നിട്ടും കേൾക്കാതെ വന്നപ്പോ മൂന്നാമത് അവിടെന്ന് പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഇരിക്കുമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്താണ് ഓതിയത്. പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഹംദും സ്വലാത്തും പറഞ്ഞു. എന്നിട്ട് അവിടെന്ന് പറയുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫല്യഅലം ഇന്ന മുഹമ്മദൻ ഖദ് മാത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പറയുകയാ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി, ആ മുഹമ്മദ് മരണപ്പെട്ടു പോയി. വമൻ കാന യഅബ്ദുല്ലാഹ്, വമൻ കാന യഅബ്ദുല്ലാഹ് ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും
അല്ലാഹുവിനെയാണോ ആരാധിച്ചത്, അല്ലാഹുവിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ആ അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട്, അല്ലാഹു മരിക്കാത്തവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ആൽ ഇംറാൻ അതിലെ ഒരായത്തങ്ങ് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇമ്മാത ഔ ഖുതിലന ഖലബതും അലാ അഖാബികും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തങ്ങ് ഓതിയിട്ട് അവിടുന്ന് മുത്തുനബി വഫാത്തായെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, അബൂബക്കറെ, റസൂലുള്ളാഹി വഫാത്തായോ, റസൂലുള്ള മരണപ്പെട്ടു പോയോ? അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. പടച്ചവനെ, ചരിത്രം പറയുകയാണ്, പടച്ചവരെ കയ്യിൽ കത്തിയും പിടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോടാണ് മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞപ്പോ രണ്ട് കണ്ണുമങ്ങ് ചൂടുന്നെടുത്തു. ആരോ ഒരാള് പറഞ്ഞു, അള്ളാന്റെ റസൂല് വഫാത്ത എന്ന്. ഈ മനുഷ്യൻ ചോദിച്ച്, സത്യമാണോ? രണ്ടാമതും ചോദിച്ചു, മുത്തുനബി വഫാത്തായോ? അവിടെ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങള് വഫാത്തായി. തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കണ്ണങ്ങ് ചൂഴുകയാണ്. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീന എനിക്കിനി കാണണ്ട, മുത്തുനബി ഇല്ലാത്ത ഈ നാടെനിക്ക് കാണണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരു പ്രവാചകനാണ് വഫാത്തായിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഇസ്ലാമിന് നേതാവില്ലാതെയായി. പടച്ചവനെ, അങ്ങനെ പ്രവാചകന്റെ ജനാസ 3 ദിവസം അതുപോലെ തന്നെ ഇരിക്കുകയാ. ചരിത്രം പറയുന്നു, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രവാചകൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പ്രവാചകൻ ഒരു ഖലീഫയെ പറഞ്ഞിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അത് കഴിഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ഖലീഫ വേണം. അപ്പോ മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഖലീഫയെ തെരഞ്ഞെടുക്കാം. അൻസാറുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്നെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. തീരുമാനമാകാതെ ദിവസങ്ങൾ 3 ദിവസത്തോളം ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയി. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബുൽ വഹി എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കാര്യങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വെക്കുന്ന സ്വഹാബി പറഞ്ഞു, അൻസ്വാറുകളോട് പറഞ്ഞു കൊടുത്തു, മുഹാജിറിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ തങ്ങളെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകൻ എവിടെ കടന്നാണോ മരിക്കുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അകത്ത് തന്നെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഖബർ കുടിച്ചു. മഹാനായ തൽഹ, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയാണ് അവിടെ നിന്ന് ഖബർ കുഴിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ. അങ്ങനെ അവർ 5 or 6 പേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അവിടുത്തെ കഫം പൊതിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമില്ല, എല്ലാവരും സ്വന്തം നിസ്കരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ എല്ലാവരും സ്വന്തമായിട്ട് അവിടെ നിന്ന് നമസ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവർ ഖബറിൻ്റെ അകത്തേക്ക് ഇറങ്ങി. പ്രവാചകന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ഇന്നും പള്ളിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുവന്ന് ഖബറടക്കി കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ഖബറടക്കി 2 ചെടികളും നട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കാറുണ്ട്. അത് ആർക്കാ അർഹതപ്പെട്ടത്? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജനാസ ഖബറടക്കി എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഖബറിന്റെ മുകളിൽ വെള്ളമൊഴിച്ചത് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പള്ളിയിലെ മുഅദ്ദിന്റെ ജോലിയാത്.
പള്ളിയിലെ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിൻ്റെ മുകളിൽ അവിടെ നിന്ന് വെള്ളമൊഴിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് പോകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവോട് ചോദിച്ചു, അനസേ, എങ്ങനെ എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് കഴിഞ്ഞു അനസേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖാദിമായി നടന്ന സഹാബിയോട് ചോദിക്കുന്നു, അനസേ, എൻ്റെ ഉപ്പാടെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ വഫാത്ത് സ്വഹാബത്തിൽ പലർക്കും വിശ്വസിക്കാനോ താങ്ങാനോ കഴിഞ്ഞില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പനി ബാധിച്ചു കിടക്കുന്ന ഹബീബിനെ കാണാൻ വരുന്നു. നബിയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കുന്നു. ഇന്നക തൂഅകു കമാ ഇന്നക തൂഅകു വഅകൻ ശദീദാ. നബിയേ, നിങ്ങൾക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ നബിയേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വല്ലാതെ പനിക്കുന്നുവല്ലോ നബിയേ, വല്ലാതെ പനിക്കുന്നുണ്ട്. നഅം ഇന്നി ഊഅകു കമാ യൂഅകു റജുലാനി മിൻകും. നിങ്ങളിൽ 2 ആൾക്ക് വരുന്ന പനി എനിക്ക് ഒരു നേരം അല്ലാഹു നൽകുന്നുണ്ട്. നബിയേ, അങ്ങേക്ക് അല്ലാഹു പ്രതിഫലം കൂടുതൽ തരാനാണോ അത്? ഖാല നഅം, അത് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു, നബി തങ്ങൾ നെറ്റിയിൽ ആ ഒരു തലവേദനയുടെ കെട്ട് കെട്ടിയിട്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മനസ്സുമായി മദീനയിലേക്കൊന്ന് ചെന്ന് നോക്കുക. ഹബീബിന്റെ വീട് ഈത്തപ്പനയോളകൾ വിരിച്ച പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി. അവിടെയാണ് ലക്ഷക്കണക്കിന് തവണ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങിപ്പോയത്. നമ്മൾ ഓർമ്മ വേണം. ആ പരിശുദ്ധമായ മെഹ്റാബിലേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുസ്സമാഉമായി കടന്നു വന്നത്. ആയിരങ്ങളല്ല, ലക്ഷക്കണക്കിന് തവണ. അവിടെ ചെന്ന് മൊബൈൽ ഉപയോഗിക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരും ഹബീബിന്റെ മസ്ജിദിനോട് അദബ് കാണിക്കുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന മണ്ണാണത്. മുത്തുനബിതങ്ങൾ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നു. നബിതങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നബിതങ്ങൾ കടന്നു ചെന്നു. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരോട് സലാം പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. നോക്കണം, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. നമ്മൾ എപ്പോഴും ഒരുങ്ങേണ്ടത് ഇങ്ങനെയാണ് എന്നാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നി മുലാഖിൻ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ കാണാൻ പോവുകയാണ്. വസൗഫ ഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി, ഞാൻ കൊണ്ടുവന്ന ശരീഅത്ത് നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നിങ്ങളെക്കുറിച്ച് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. വസൗഫ ഉഖ്ബിറുഹു, ഞാൻ അല്ലാഹുവിന് പറഞ്ഞു കൊടുക്കും. ബിമാ അജബ്തുമൂനി ബിഹി, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഉത്തരം തന്നതെന്ന് ഞാൻ അല്ലാഹുവിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മൻ സബബ്തുഹു, ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔ ശതംതുഹു, ഞാൻ ആരോടെങ്കിലും ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, ഔ അഖൽതു ലഹു ഔ അഖൽതു മിൻ മാലിഹി, ഞാൻ ആരുടെയെങ്കിലും പൈസ അന്യായമായി ഞാൻ എടുത്തു പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫൽയഖ്തസ്സ മിന്നിൽ ആൻ, ഈ നിമിഷം നിങ്ങൾ എന്നോട് വന്ന് ഖിസാസ് ചെയ്യണം, പ്രതികാരമെടുക്കണം, എന്നോട് ചോദിച്ചു വാങ്ങണം. കാശാണെങ്കിൽ നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരം നിങ്ങൾ എന്നെ ചീത്ത പറയണം. ഈ നേരം നിങ്ങൾ എന്നോട് പകരം ചോദിക്കണം, ഈ നേരം ചോദിക്കണം. എന്തേന്നറിയോ? ഖബ്ല അല്ലാ യകൂന ദിർഹമൻ വലാ ദീനാറാ, നാളെ പകരം കൊടുക്കാൻ ദീനാറോ ദിർഹമോ വരുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് പ്രശ്നം തീർക്കണം.
അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിശബ്ദമായ ആ സദസ്സിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും കാലുമുട്ടും മടക്കി മേലോട്ട് ഉയർത്തിവെച്ച് ആ കാലിന്റെ ഇടയിൽ തല താഴ്ത്തി വെച്ച് തേങ്ങിക്കരയുന്നത് ഞാൻ കണ്ടു. ഹബീബായ നബി തങ്ങളാണ് ചോദിക്കുന്നത്, എനിക്ക് പുറത്തു തരണമെന്ന്, എന്നോട് മാപ്പാക്കണമെന്ന്. ആരെയെങ്കിലും ചീത്ത പറയുകയോ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നോട് പ്രതികാരമെടുക്കണം. യാ അയ്യുഹന്നാസ് അല്ലാഹുമ്മ മൻ സബബ്തുഹു ഔ ശതംതുഹു ഔ അഖദ്തു മിൻ മാലി. ജനങ്ങളാരും മറുപടി പറയാതെ വന്നപ്പോ ഹബീബ് ഒരു പ്രാർത്ഥന കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട്, അല്ലാഹുവേ, ഇവരിൽ നിന്ന് ഞാൻ ആരോടെങ്കിലും കർക്കശമായി പെരുമാറുകയോ മനസ്സിന് വേദനിപ്പിക്കുകയോ അവരുടെ സമ്പത്തെടുക്കുകയോ ഔ ദറബ്തുഹു, ഞാൻ അവരെ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നത്? മാ ദറബ റസൂലുള്ളാഹി ബിയദിഹി ഇല്ലാ അൻ യുഖാതില ഫീ സബീലില്ലാഹ്. നബി തങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങുന്ന അവസ്ഥയിൽ ഹബീബായ തങ്ങൾ പോരാടിയതൊഴിച്ചാൽ ഒരാളെയും ഹബീബ് അടിച്ചിട്ടില്ല അവിടുത്തെ കൈകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനിവരെ ആരെയെങ്കിലും അങ്ങനെ പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹാ റഹ്മതൻ ഇൻദക്, നിന്റെ അരികത്തൊരു കരുണയായി എന്റെ അനുയായികൾക്ക് നീ കൊടുക്കണേ റബ്ബേ. ഞാൻ അവരെ ചീത്ത പറഞ്ഞതിന് നീ അവർക്ക് പകരം കരുണ കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. സ്വഹാബത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ ഒരുക്കമാണ്. അങ്ങേക്ക് അവരെക്കാളും വലുത് അങ്ങാണ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാഴാഴ്ച മുതൽ തുടങ്ങി തിങ്കളാഴ്ചയിലേക്ക് റബീഉൽ അവ്വൽ തിങ്കളാഴ്ച 12 എത്തി നിൽക്കുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ വാങ്കിന്റെ വിളി ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. നബിതങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ വാങ്ക് വിളിക്കുമ്പോൾ സാഗൂതം നബിതങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് വാങ്കിന് മറുപടി പറയുമായിരുന്നു. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ വാങ്ക് നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം. നബിതങ്ങൾക്ക് എപ്പോഴും അത് ഇഷ്ടമാണ്. എന്നാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, അതൊരു മനുഷ്യനും വിളിച്ചു പറഞ്ഞില്ലെങ്കിലും നീ തന്നെയാണ് വലിയവൻ എന്ന സ്രഷ്ടാവിന്റെ പ്രകീർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന വാങ്കുലി ഞങ്ങൾ വല്ലാതെ കേട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നല്ലേ ബിലാൽ എന്നവരോട് പറയുമായിരുന്നത്, അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, വാങ്ക് വിളിക്കു ബിലാലേ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം വേണമെന്ന് ബിലാൽ എന്നവരോട് വാങ്ക് വിളിക്കാൻ പറയുന്നത്. അരിഹ്ന, നമുക്ക് റാഹത്തു താ ബിലാലേ, ബിഹാ, നിസ്കാരത്തിന് വാങ്ക് കൊടുക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ പള്ളിയിലാണ്, ഹബീബിന്റെ പള്ളി. അവിടേക്ക് ജമാഅത്തിന് ഇമാം നിൽക്കാൻ ഹബീബിനെ കൊണ്ടാവുന്നില്ല. ദിവസങ്ങളായി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. 7 കിണറുകളിൽ നിന്നായി. അവിടുത്തെ പരിശുദ്ധരായ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഹബീബിനെ കുളിപ്പിച്ചു. നബിതങ്ങൾ 5 തവണയാണ് ബോധം കെട്ടി വീഴുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന്റെ തണുപ്പോടുകൂടെ പനിക്കൊരു ശമനം വരുമോ എന്ന് വിചാരിച്ചു. ഓരോ തവണയും വെള്ളം ഒഴിച്ച് നിബിതങ്ങൾ മതി എന്ന് പറയും. എഴുന്നേൽക്കുമ്പോഴേക്കും തങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. അത്രക്ക് ക്ഷീണം, അത്രക്ക് വിഷമമുണ്ട് നിബിതങ്ങൾക്ക്. ഒരു ബക്കറ്റ് കൂടെ ഒഴിക്കൂ എന്ന് പറയും. അങ്ങനെ 5 തവണയാണ് ഹബീബായ തങ്ങൾക്ക് ബോധം തെളിയാതെ നിബിതങ്ങൾ വിഷമിക്കുന്നത്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മുർ അബാ ബക്രിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ.
ഹബീബിന്റെ കാലശേഷം ആരാണ് ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് ഇബാദത്തിന് നേതൃത്വം കൊടുക്കാൻ നിസ്കാരത്തിന് ഇമാമ സുദ്ദീഖ് എന്നവരാണെങ്കിൽ ദുന്യാവിലെ ഖിലാഫത്തിന്റെയും ഇമാമ സുദ്ദീഖ് എന്നവരാണെന്ന് സ്വഹാബിമാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഹബീബ് ഇഷ്ടപ്പെടുന്നത്. ഒരിക്കൽ ചെല്ലുമ്പോൾ നബി തങ്ങൾക്ക് രോഗമായപ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒരാൾ ഇമാമായി നിസ്കരിക്കുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, ആരാണ് ഇന്നത്തെ ഇമാം? അവര് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ എന്നവരാണ് ഇമാമ്. തങ്ങൾ പറഞ്ഞു, വേണ്ട, ഉമർ അല്ല ഇമാം നിൽക്കേണ്ടത്. യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്കർ. അല്ലാഹുവിനും മുഅ്മിനീങ്ങൾക്കും സിദ്ദീഖ് എന്നവര് മതി, സിദ്ദീഖ് എന്നവർ ഇമാമ് നിന്നാൽ മതി, ഉമർ എന്നവരല്ല ഇമാമ് നിൽക്കേണ്ടതെന്ന് നബി തങ്ങൾ അവിടെ തുറന്നു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളറിയണം, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നാൽ പിന്നെ കടക്കാൻ പോകുന്ന ആൾ ആരെന്നറിയുമോ? അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ്. പരിശുദ്ധമായ മിമ്പറിൽ നബി തങ്ങളെ കൊണ്ടുവന്നിരുത്തി. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി തങ്ങളുടെയും തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് വന്ന് അന്ന് മിമ്പറിൽ കയറിയിട്ടൊരു കാര്യം പറഞ്ഞു. മദീന പള്ളിയുടെ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തത്റുകന്ന ഖൗഖതൻ, നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുന്ന എല്ലാ ചെറുതും വലുതുമായ വാതിലുകൾ അടച്ചു വെക്കണം. ഇല്ലാ ഖൗഖത്ത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കുള്ള വാതിലല്ലാതെ ഇല്ലാ സുദ്ദത്ത്, ബാക്കിയെല്ലാം അടച്ചു വെക്കണം. എന്നാൽ സിദ്ദീഖ് എന്നവരുടെ വാതിൽ അടക്കരുത് എന്ന് വഫാത്തിന്റെ തൊട്ടു മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എല്ലാ വാതിലും അടക്കണം മദീന പള്ളിയുടെ, സിദ്ദീഖ് എന്നവരുടെ വാതിൽ അടക്കരുതേ എന്ന് മിമ്പറിൽ വെച്ച് പറഞ്ഞു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി അൻഹാകും അനിശ്ശിർക്ക് ഫലാ തുശ്രികൂ ബില്ലാഹ്, ബഹുദൈവ ആരാധനയിൽ നിന്ന് തൗഹീദിലേക്ക്, ഈമാനിലേക്ക് അല്ലാഹു നിങ്ങളെ വഴി നടത്തി. ഇനി ഒരിക്കലും ബഹുദൈവ ആരാധന ചെയ്യരുതേ. അവിടുന്ന് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഞങ്ങൾ പറഞ്ഞു, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിലെ പ്രവാചകന്മാരെ ആരാധ്യന്മാരായി വിശ്വസിച്ചവരാണ്, പ്രവാചകന്മാർക്ക് ഇബാദത്ത് ചെയ്തവരാണ്. എന്നാൽ ഇബാദത്ത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് ലാ തത്തഖിദൂ ലാ اللهم لا تجعل قبري وثنا يعبد، اللهم لا تجعل قبري وثنا يعبد، اللهم لا تجعل قبري وثنا يعبد. നിങ്ങളുടെ പ്രാർത്ഥന ലോകാവസാനം വരെ നിലനിൽക്കും. മുഅ്മിനീങ്ങൾ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഇബാദത്ത് അല്ലാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തല്ല. നിബിതങ്ങൾ അല്ലാഹുവിന്റെ മെഹബൂബാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധ്യ വസ്തുക്കളാക്കിയിട്ടുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും. എന്നാൽ നിങ്ങൾ എന്റെ ഖബർ ആരാധ്യ വസ്തുവാക്കരുതേ, ഞാൻ മഅബൂദല്ല. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും എന്റെ ഉമ്മയെയും ആരാധിക്കരുത്, ആരാധ്യൻ അല്ലാഹുവാണ്. നബി തങ്ങൾ ഉണർത്തുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന് ആ തിങ്കളാഴ്ച ദിവസം അല്ലാഹുവിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. സ്വഹാബിമാര് മുഴുവനും പരിശുദ്ധമായ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അവരെല്ലാം സഫായി നിൽക്കുന്നു. മുത്തനബി തങ്ങൾക്ക് വരാൻ കഴിയില്ലെന്നവർക്കറിയാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടുമ്പോഴാണ് പരിശുദ്ധമായ ബീവിയുടെ ഹുജറയുടെ ജനാലയുടെ ആ കർട്ടൻ നീങ്ങുന്നത് ഞങ്ങൾ അറിയുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, فلما رآنا صفوفا كدنا نفتتن,
ഞങ്ങൾ സ്വപ്പായി നിൽക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനൊരു സന്തോഷം തോന്നി. നബി തങ്ങൾ പുഞ്ചിരിച്ചു, ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കാരണം ഞങ്ങൾക്ക് നിസ്കാരത്തിൽ പോലും ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ പേടിച്ചു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കഅന്ന വജ്ഹഹു വറഖതു മുസ്ഹഫിൻ, മുസ്ഹഫിന്റെ ഒരു കഷ്ണം പോലെ തെളിഞ്ഞ മുഖമായി, വളരെ വെളുത്ത മുഖമായി നബി തങ്ങൾ ഞങ്ങളെ നോക്കി ചിരിച്ചു എന്ന്. അവസാനത്തെ ചിരിയായിരുന്നു അതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഹബീബ് ഞങ്ങളെ കണ്ട് സന്തോഷിച്ചത് ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഒരു വഅദ് കൊണ്ടും നമ്മുടെ സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെടാതിരിക്കട്ടെ. അത് വഅദ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സംഘാടകർക്കും ഏത് നാട്ടിലും എവിടെയുമായാലും അല്ലാഹുവിന്റെ ഹബീബ് അവസാനം സന്തോഷിച്ച് ചിരിച്ചത് സുബ്ഹിക്ക് സ്വഫായി നിൽക്കുന്ന രംഗം കണ്ടപ്പോഴാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരായി റബ്ബേ ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. നബി തങ്ങൾ ആ കർട്ടൻ വലിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരോട് നബി തങ്ങൾ പറഞ്ഞ സ്വകാര്യങ്ങളുണ്ട്, വസിയത്തുകളുണ്ട്. ആ സമയം ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ റൂമിലേക്ക് വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമ റളിയല്ലാഹു അൻഹുവിന് അന്ന് 16 വയസ്സാണ് പ്രായമെന്നോർക്കണം. ഉസാമ റളിയല്ലാഹു അൻഹു 16 വയസ്സുള്ളപ്പോഴാണ് റോമക്കാർക്കെതിരെ ഒരു സൈന്യത്തിന് മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ എന്നവരെ നേതാവാക്കുന്നത്. ഒരു ബറ്റാലിയന്റെ കമാൻഡർ ഇൻ ചീഫ്, ഒരു സൈന്യത്തെ നയിക്കാനുള്ള യോഗ്യതയുണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണെങ്കിലും 16 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ആളാണ്, ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകനാണ്. മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻ, സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഉസാമ എന്നവരോട് നബി തങ്ങൾ സംസാരിച്ചില്ല. നബി തങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കാൻ കഴിയുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു കണ്ടു നബി തങ്ങൾ കൈയുയർത്തുന്നുണ്ട്, ഹബീബ് കൈയുയർത്തുന്നുണ്ട്. ഫഅലിംതു അന്നഹു യദ്ഉലി, നബി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. വീട്ടിലേക്ക് വരുന്നു ഫാത്തിമത്തു സഹ്റാ, ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ മോള് കടന്നു വരുന്നു റളിയല്ലാഹു അൻഹാ. മോള് എപ്പോൾ വരികയാണെങ്കിലും എഴുന്നേറ്റിരുന്ന് മോളുടെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളെ ഉമ്മ വെക്കൽ ഹബീബിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ നബി തങ്ങൾ എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഹബീബിന്റെ റൂമിലേക്ക് മോള് വരുമ്പോൾ ഹബീബ് എഴുന്നേൽക്കുന്നില്ല. ഫഅലിമത്, അപ്പോൾ ബീവിക്ക് മനസ്സിലായി ഉപ്പാക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഉപ്പായുടെ രോഗം കനപ്പെട്ടിട്ടുണ്ട്, ഉപ്പ വളരെ ക്ഷീണത്തിലാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. ഫാത്തിമ ബീവിയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുള്ളത്, മാ റഅയ്തു അഹദൻ അശ്ബഹ ബിഖൽഖി റസൂലില്ലാഹി വഖുലുഖിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരപ്രകൃതവും നബി തങ്ങളുടെ സ്വഭാവവും ഹബീബിന്റെ നടത്തവും അതുപോലെ കിട്ടിയ ഒരാൾ മോള് ഫാത്തിമയല്ലാതെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി നടക്കുന്നത് ഹബീബിന്റെ നടത്തമാണ്. ഫാത്തിമ ബീവിയുടെ ചിരി അഷ്റഫുൽ ഖൽഖിന്റെ ചിരിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംസാരം പോലും ഹബീബിന്റെ സംസാരമാണ്. ഫാത്തിമ ബീവി വരുമ്പോൾ ഞങ്ങൾ അവരുടെ വായയിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഹബീബിന്റെ വഫാത്തിന് ശേഷം ഇത് മുത്തുനബി തങ്ങളുടെ സംസാരമാണ്, ഹബീബിന്റെ ശബ്ദമായിരുന്നു ഫാത്തിമയുടേത് റളിയല്ലാഹു തആല അൻഹാ. വാ കർബാ യാ അബതാ യാ റസൂലല്ലാഹ്, ഉപ്പാ അങ്ങയുടെ സങ്കടമേ, അങ്ങയുടെ വിഷമമേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഉപ്പയെ 63 വയസ്സാകുമ്പോഴും സവാ അൽ ബത്നി വസ്സുദിരി, ഹബീബായ തങ്ങളുടെ നെഞ്ചും ഹബീബിന്റെ വയറും ഒരുപോലെയായിരുന്നു. കുടവയറുണ്ടായിട്ടില്ല, നബി തങ്ങളുടെ വയറ് മുന്തിയിട്ടില്ല. ശരീരം നല്ല ആരോഗ്യമുള്ള പ്രകൃതമാണ്. തലയിൽ നിന്നും വന്ന് നിരച്ചത് 17 രോമങ്ങളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണി
ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹബീബ് ലോകത്തോട് വിട പറയുമെന്ന് ആരും അത്രക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. നബി തങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ രോഗമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു മോള് കരയാൻ തുടങ്ങിയപ്പോ, മോളെ ഫാത്തിമ ലാ കർബ അലാ അബീകി ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ മോളെ ഉപ്പാക്ക് വിഷമമില്ല മോളെ, ഉപ്പയുടെ വിഷമം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് ആയിഷ ബീവിയുടെ സഹോദരൻ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. കയ്യിലൊരു മിസ്വാക്കുണ്ട്. നബി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണിത്. ആയിഷ ബീവി പറയുന്നു, എന്റെ ഹബീബ് അബ്ദുറഹ്മാന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ എനിക്ക് തോന്നി. നോക്കുമ്പോൾ നബി തങ്ങൾ നോക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആയിഷ ബീവിയുടെ സഹോദരന്റെ കയ്യിലെ മിസ്വാക്കിലേക്കാണ്, അറാക്ക് കഷ്ണത്തിലേക്കാണ്. എനിക്ക് മനസ്സിലായി നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, നബിയേ ആ മിസ്വാക്കാണോ അങ്ങ് നോക്കുന്നത്? അതേ എന്ന് ഹബീബ് കണ്ണുകൊണ്ട് കാണിച്ചു. സംസാരിക്കാൻ പ്രയാസമുണ്ട് ഹബീബിന്. ഞാനത് വാങ്ങിച്ചു എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന്. നോക്കുമ്പോൾ അതിന് ഇച്ചിരി കട്ടിയുണ്ട്. ഞാൻ എന്റെ ഉമിനീരുപയോഗിച്ച് ആ അറാക്കിന്റെ കഷ്ണം ചതച്ച് ഞാൻ അതിനെ സോഫ്റ്റ് ആക്കി കൊടുത്തു. എന്നിട്ട് ഹബീബ് തങ്ങൾ അതുകൊണ്ട് നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തു. അശദ്ധമായ കൂൻ, നബി തങ്ങൾ മുമ്പൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. അവിടുന്ന് ത്വയ്യിബാണ്, ഹബീബിന് സുഗന്ധമാണ്, അവിടുത്തെ ശരീരം സുഗന്ധമാണ്, വാക്ക് സുഗന്ധമാണ്, അവിടുത്തെ വായ സുഗന്ധമാണ്. എന്നാൽ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ ഒന്നുകൂടെ ശുദ്ധിയാവട്ടെ. അള്ളാഹുവിനോടല്ലേ കാണാൻ പോകുന്നത്. സഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി ബിഹി, സ്വഹാബികളെ, ഞാൻ നിങ്ങളിലേക്ക് നബിയായി വന്നിട്ട് എന്താണ് നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞത് എന്ന്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്റെ കൂടെ നിന്നത് എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയാൻ പോവുകയാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുന്ന ഹബീബ് അവിടുത്തെ വായ, പരിശുദ്ധമായ വായ ഒന്നുകൂടെ വൃത്തിയാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. മഹത്തുക്കളായ ആളുകളുടെ ഭാര്യമാരാവാൻ കഴിഞ്ഞവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഒരു സൗഭാഗ്യം. മഹത്തുക്കളായ ആളുകൾക്ക് ഖാദിമീങ്ങളാവാൻ കഴിയുന്നവരെ, നിങ്ങളുടെ ഒരു സൗഭാഗ്യം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സഹരി വനഹരി, നബി തങ്ങൾ വഫാത്താകുന്നത് എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്. എന്റെ ഹബീബിന്റെ വായയിലേക്ക് ഈ ദുന്യാവിൽ നിന്ന് അവസാനം തട്ടിയ അംശം എന്റെ വായയിലെ ഉമിനീരാണ്. ഞാൻ ആ ബ്രഷ് ചെയ്തു കൊടുത്തപ്പോ അതിനുശേഷം ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സൗഭാഗ്യം എനിക്കല്ലാതെ മറ്റാർക്കാണുള്ളതെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ഹബീബിന്റെ തല ഹബീബ് വെച്ചിരിക്കുന്നത് ആയിഷ ബീവിയുടെ മടിയിലാണ് റളിയല്ലാഹു തആല അൻഹ. ഹബീബ് പറയാൻ തുടങ്ങുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൗവിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല റബ്ബേ, മരണത്തിന്റെ വേദന എനിക്ക് ലഘൂകരിച്ചു തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഹൗവിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ഒരു വാക്ക് പറയുന്നു. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥിനികൾ, നിസ്കാരം ഖളാ ആക്കുന്നവർ, നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുന്നവർ, ഭാര്യമാരോട്, ഉമ്മമാരോട്, കൂട്ടുകാരോട് മോശമായി പെരുമാറുന്നവർ, ചെവി തുറന്ന് കേൾക്കുക. മുത്ത് ഹബീബിന്റെ നാവിൽ നിന്ന് അവസാനം ഉയരുന്ന വാക്കുകളാണിതൊക്കെ. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. അല്ലാഹ അല്ലാഹ ഫിസ്സലാത്തി വമാ മലകത് ഐമാനുകും,
നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ ഭാര്യ മക്കളോട്, അടിമകളുള്ള കാലമാണത്, അടിമകളോട് പോലും നിങ്ങൾ നന്നായി പെരുമാറണേ. നബി തങ്ങൾ 3 തവണയാണ് പറയുന്നത് അല്ലാഹ അല്ലാഹ ഫിസ്സലാഹ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ ഓർക്കണേ, മറന്നു പോവല്ലേ. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ, അവരോടും നന്നായി പെരുമാറണമേ. 3-മതും പറഞ്ഞു അല്ലാഹ അല്ലാഹ ഫിസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും. എന്നിട്ട് നബി തങ്ങളുടെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹുജറയിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ തുടങ്ങി, ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സാമീപ്യം, ബലിർ റഫീഖൽ അലാ, അല്ല റബ്ബേ, നിന്റെ ഉന്നതമായ സാമീപ്യം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഊഹിക്കുകയാണ് നബി തങ്ങളോട് അല്ലാഹു വീണ്ടും ചോദിക്കുകയായിരിക്കും, നബിയേ, ഇവിടെ തന്നെ നിൽക്കണോ അതോ എന്റെ അരികത്തേക്ക് പോരണോ? ഞാൻ വരുന്നു റബ്ബേ, ഞാൻ വരുന്നു. അല്ലാഹു ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം റബ്ബേ നിന്റെ അരികത്തേക്കെന്ന വചനം ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബത്തിന് പൊട്ടിക്കരച്ചിലടക്കാൻ കഴിയുന്നില്ല, കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വഹാബത്തിന് പള്ളിയിൽ ബഹളം പോലെ കൂട്ടക്കരച്ചിലാവുകയാണ്. ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? ആർക്ക് ഇതിനെ സമാധാനിപ്പിക്കാൻ കഴിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വെള്ള പുതച്ച് കിടത്തുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ, ആയിഷ ബീവിയുടെ ഉപ്പ, ഹബീബിന്റെ കൂട്ടുകാരൻ, ഹബീബിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ അങ്ങ് മദീനയിൽ അപ്പുറത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലായിരുന്നു, തന്റെ പെങ്ങളുടെ അരികത്ത്. ഓടി വന്നു, കുതിരപ്പുറത്ത് ഓടി വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ പറയുമ്പോ അല്ലാഹു സിദ്ദീഖ് എന്നവർക്കൊരു മനക്കരുത്ത് നൽകുകയായിരുന്നു. സാധാരണ ലോലമായ ഹൃദയമുള്ള ആളാണ് സിദ്ദീഖ് എന്നവര്. എന്നാൽ ഈ സംഭവത്തിൽ സിദ്ദീഖ് എന്നവർ മനക്കരുത്ത് നേടുന്നു. എന്നാൽ നല്ല ഉറച്ച മനസ്സുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പതറിപ്പോവുകയാണ്. ആരും പറയല്ലേ ഹബീബ് വഫാത്തായെന്ന്. ഇന്നമാ ഹബീബിന് സംഭവിച്ചത് അതാ റബ്ബഹു കമാ ദഹബ മൂസ ഇലാ റബ്ബിഹി. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ കിതാബ് വാങ്ങാൻ പോയ പോലെ നമ്മുടെ ഹബീബ് അല്ലാഹുവിലേക്ക് പോയതാണ്. ഹബീബ് തിരിച്ചു വരും, ഹബീബ് കണ്ണു തുറക്കും, ഹബീബ് പുഞ്ചിരിക്കും, ഹബീബ് എഴുന്നേൽക്കും, നമ്മുടെ കൂടെ ഇനിയും ജീവിക്കും. ഹബീബ് വഫാത്താ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാളുകൊണ്ട് തലയെടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഇടയിലേക്കാണ് സൗമ്യനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. കയ്യിലൊരു വടിയുണ്ട്. ആ വടിയും കുത്തിപ്പിടിച്ച് അടഞ്ഞുകിടക്കുന്ന വാതിൽ ആയിഷ ബീവിയുടെ റൂമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. അവിടെ മറ്റാരുമില്ല. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്നും പരിശുദ്ധമായ ആ തുണിക്കഷ്ണം നീക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 63 കൊല്ലത്തെ കൂട്ടുകാരനാണ് ലോകത്തോട് വിട പറയുന്നത്. 63 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് എന്നവര്. സിദ്ദീഖ് തങ്ങളുടെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 5 കൊല്ലമല്ല, 10 അല്ല, 20 അല്ല, 61 കൊല്ലത്തെ കൂട്ടുകാരനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ മുഖമൊന്ന് നോക്കുന്നു സിദ്ദീഖ് എന്നവർ. അവസാനത്തെ വട്ടം മുഖത്ത് നിന്നും വസ്ത്രം നീക്കി
ആ പരിശുദ്ധമായ മുഖം കാണുമ്പോ ثم قبله وبكى ودمعت عيناه സിദ്ദീഖ് എന്നവരെ ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുമ്പോ അവരെ ഉമ്മ വെക്കൽ പുണ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. കരഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണ് മുറിയാതെ വരികയാണ്. സങ്കടം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. മഹാൻ നബി തങ്ങൾ വഫാത്തായെന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആനു നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. ഇത് പറഞ്ഞതിന്റെ ശേഷമാണ് സിദ്ദീഖ് എന്നവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നത്. അല്ലാഹുൽ മുസ്തആൻ, എല്ലാ വിഷമങ്ങളിലും സഹായം അല്ലാഹുവേ നിന്റേത്. നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും അല്ലാഹുൽ മുസ്തആൻ, വല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്. അല്ലാഹുൽ മുസ്തആനിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. അല്ലാഹുവിന്റെ വിധികളെ നമുക്ക് അല്ലാഹു തരുമ്പോൾ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, ഹബീബിന്റെ മുസീബത്ത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും മുസീബത്തുമാണെന്ന് ഹബീബ് തന്നെയാണ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഏത് വേദന വരുമ്പോഴും എന്റെ മരണം മൂലമുണ്ടാകുന്ന നഷ്ടമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടാണ് ഹബീബിന്റെ മുഖം ചെന്ന് കാണുന്നത്. ആ പരിശുദ്ധമായ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാ അത്യബക ഹയ്യാ വമാ അത്യബക മയ്യിതാ. ആ റൂമിലാകെ സുഗന്ധമാണ്, ആരും സുഗന്ധം പരത്തിയതല്ല. മദീന പള്ളിയിലേക്ക് സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്, അവിടെ ആരും സുഗന്ധം വെച്ചിട്ടില്ല. ഹബീബിനെ ചുംബിച്ചുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയേ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് നബിയേ. വമാ അത്യബക മയ്യിതാ, നബിയേ, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധമാണ് നബിയേ. ഹബീബിന്റെ ശരീരം സുഗന്ധമായിരുന്നു. ആ സുഗന്ധം ആസ്വദിച്ചു സിദ്ദീഖ് എന്നവർ. അമ്മൽ മൗത അല്ലതി കുതിബത അലൈക ഫഖദ് ദുഖ്തഹാ, നബിയേ, അല്ലാഹു പറഞ്ഞില്ലയോ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഈ ഭൂമിയിലുള്ള സർവരും മരിക്കും, പ്രപഞ്ചത്തിലെ സർവരും മരിക്കും എന്ന വാക്ക് സാധ്യമാവാൻ ഹബീബേ നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. വലാകിൻ വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ, ഇനി ഒരു മരണം നിങ്ങൾക്കില്ല നബിയേ. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ, ഇനി വേറെ ഒരു മരണം അങ്ങേക്കില്ല നബിയേ. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. ഹബീബിനെ പുഞ്ചിരിക്കുന്ന ആ മുഖത്ത് ഉമ്മ വെച്ച് ഇറങ്ങി വരുന്നു റസൂലുള്ളാഹിയുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരൻ സങ്കടപ്പെട്ട വിഷമം അല്ലാഹുവിന്റെ മെഹബൂബെന്ന് ജീവിതകാലം ഹബീബായി തങ്ങൾ പറയും. ആരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ ആ കടപ്പാടെല്ലാം ഈ ദുന്യാവിൽ ഞാൻ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊഴികെ, സിദ്ദീഖ് എന്നവർ എന്നോട് ചെയ്ത കടപ്പാടിന് ലാ യജ്സിഹാ ലഹു ഇല്ലല്ലാഹ്,
അള്ളാഹുവിന് മാത്രമേ സിദ്ദീഖ് എന്നവർക്ക് അതിന് പകരം കൊടുക്കാൻ കഴിയൂ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നേരെ പരിശുദ്ധമായി മിമ്പറിലേക്ക് കയറുന്നു. ഹബീബിന്റെ വീട് തുറക്കുന്നത് മദീനത്തെ പള്ളിയല്ലേ? ലോകത്തിന്റെ ഗുരുവിനെ നഷ്ടമാവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമാനി ലാ അൻസാഹുമാ ഫീ ഹയാതി, 2 ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. യൗമുൻ ദഖല ഫീഹി റസൂലുള്ളാഹിൽ മദീന, ഹബീബ് മദീനയിലേക്ക് വന്ന ദിവസമാണത്. വയൗമുൻ തുവഫിയ ഫീഹി റസൂലുള്ളാഹ്, രണ്ടാമത്തേത് ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. ഇത് രണ്ടും എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മദീന കരയുകയാണ്. സ്വഹാബികളെ നിന്നവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കിടക്കുന്നവർക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. സ്വഹാബിമാരുടെ കൂട്ടക്കരച്ചിലിനിടയിലേക്ക് ശാന്തനായി അല്ലാഹു നൽകുന്ന ഒരു ഇമാമത്തിന്റെ കഴിവോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റഖിയൽ മിമ്പർ, മിമ്പറിലേക്ക് കയറി നിൽക്കുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഇരിക്കുക, ശ്രദ്ധിക്കുക. ഒരാള് മാത്രം ഇരിക്കൂല, ഒരാള് മാത്രം ഓടുകയാണ്. പള്ളിക്ക് മീതെ, പള്ളിയുടെ പിറകിൽ വാള് ചുറ്റിപ്പിടിച്ച് നടക്കുകയാണ്. യാ ഉമറു ഇജ്ലിസ്, ഉമറേ ഇരിക്കണം ഉമറേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഒരു സങ്കട വാർത്ത വിളിച്ചറിയിക്കാൻ പോവുകയാണ്. ഔദ്യോഗികമായി ഹബീബിന്റെ വഫാത്ത് വിളംബരം നടക്കാൻ പോവുകയാണ്. ഇരിക്കു ഉമറേ, ഇരിക്ക് എന്ന് ഉമർ എന്നവരോട് മുമ്പൊരിക്കലും സിദ്ദീഖ് എന്നവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉമർ എന്നവർ ഇരിക്കില്ലെന്നറിയാം. അവിടെ പള്ളിയുടെ മൂലയിൽ കാലും മടക്കി വെച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ശാന്തരായി നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ അഫഇൻ مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ജനങ്ങളെ അറിയുക, അല്ലാഹു മരിച്ചിട്ടില്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. ഹബീബ് പോവുകയാണ്, നമ്മളോട് യാത്ര പിരിഞ്ഞു. അതുകൊണ്ട് അറിയണം, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദൂതരാണ്. ഹബീബിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാർ മരിച്ചു പോയിട്ടില്ലയോ? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ, അവർക്ക് മുമ്പും പ്രവാചകന്മാർ വന്നില്ലയോ? അഫഇൻ മാത ഔ ഖുതിൽ, ഹബീബായ നബി തങ്ങളെങ്ങാനും വധിക്കപ്പെടുകയോ അതല്ല വഫാത്താവുക തന്നെയോ ആയാൽ ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞോടുകയാണോ? ഓടുകയാണോ? ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഈ ആയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ഹബീബ് വഫാത്താകുമെന്ന ആശയം വെച്ചിട്ടുണ്ട്. സൂറത്ത് ആലു ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. സ്വഹാബികൾ ബഹുഭൂരിപക്ഷം ഹാഫിദീങ്ങളാണ്. അവര് പറയുന്നു, കഅന്നനാ നസ്മഉഹാ ലിഅവ്വലി മറ, ഈ ആയത്ത് ഞങ്ങൾ ആദ്യം കേൾക്കുന്ന പോലെ. ഹബീബ് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ലിമത്തിൽ മദീന, മദീനക്ക് ഇരുള് പരക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് ഹബീബ് വഫാത്താകുന്നത്. പക്ഷേ അന്ന് ഉച്ചക്ക് സൂര്യന് വെളിച്ചമില്ല. മഗ്രിബായ പോലെ മദീന മുഴുവൻ ഇരുട്ടായിരുന്നു. അന്ന് അസ്തമിക്കുന്നത് വരെ രാവും പകലും കൂടിച്ചേരുന്നത് കാണാൻ കഴിയാത്ത വിധം ഉദ്ലിമത്തിൽ മദീന, മദീനക്കന്ന് ഇരുളായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു.
അല്ലാഹുവിന്റെ ഹബീബേ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സുഗന്ധമായി ജീവിച്ച് സുഗന്ധമായി പഠിപ്പിച്ചു തന്ന് സുഗന്ധമായി ദഅവത്ത് ചെയ്ത് ആ ജീവിതം സുഗന്ധം, അവിടുത്തെ വാക്കുകൾ സുഗന്ധം, അവിടുത്തെ ഭൂമേന് സുഗന്ധം, അവിടുത്തെ വിയർപ്പിന് സുഗന്ധം. ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഒരു ദുർഗന്ധം ഒരിക്കൽ പോലും ആർക്കും ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ആ ഹബീബിനെയാണ് ഉമ്മ വെച്ചുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, നബിയേ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധം നബിയെ, അങ്ങേക്ക് മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ കുളിപ്പിക്കണം, ഹബീബായ നബി തങ്ങളെ മറവ് ചെയ്യണം. സ്വഹാബികൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തത് ഹബീബായ നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാണ് ഹബീബിനെ കുളിപ്പിക്കേണ്ടതെന്നറിയുന്നില്ല, എങ്ങനെയാണ് ഹബീബായ നബി തങ്ങളെ എവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ, മഹാന്മാരായ സ്വഹാബിമാർ, അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവർ അവിടെയുണ്ട്, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ പിതൃ സഹോദരനുണ്ട്. അവരാണ് ഹബീബിനെ കുളിപ്പിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ലോകത്തിന്റെ ഗുരുവിനെ കുളിപ്പിക്കുകയാണ്. വസ്ത്രം എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? ഹബീബിന്റെ വസ്ത്രം അഴിക്കണോ, നബി തങ്ങൾക്ക് പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണോ, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പാട്ടയിൽ വെള്ളമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ 3 പേർക്കും അവിടെ ഉറക്കം സംഭവിച്ചു. ഞങ്ങളുടെ താടി ഞങ്ങളുടെ നെഞ്ചിലേക്ക് വന്നു, ഞങ്ങൾ ഉറങ്ങി. അപ്പോഴാണ് ഒരാള് വിളിച്ചു പറയുന്നു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ 3 പേരോടുമായി യഗ്സിലൂ റസൂലല്ലാഹി മിൻ ഫൗഖി സിയാബിഹി, ഹബീബിന്റെ വസ്ത്രം അഴിക്കല്ലേ, ഹബീബിന്റെ വസ്ത്രത്തിന്റെ മീതെയാണ് നിങ്ങൾ നബിയെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ഹബീബിന്റെ വസ്ത്രം അഴിക്കാതെ നബിതങ്ങൾ ഉടുത്ത ആ വസ്ത്രത്തിലാണ് ഞങ്ങൾ ഹബീബിനെ കുളിപ്പിച്ചതെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് നിസ്കാരം നടക്കണം, അറിയണം. ഹബീബായ നബിതങ്ങളുടെ മയ്യിത്ത് നിസ്കാരത്തിന് ഒരാൾ പോലും ഇമാമ് നിന്നിട്ടില്ല. ഒരാളും ഇമാമ് നിൽക്കാതെ ഓരോരുത്തരും ഒറ്റക്കും കൂട്ടമായുമാണ് നിസ്കരിച്ചത്, ഇമാമില്ലാതെ. അത് ഖാസിയ്യത്തു റസൂലില്ലാഹ്, ഇത് നബിതങ്ങളുടെ പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളാണ് പറഞ്ഞത്, ഇദാ വദഅതുമൂനി അലാ ശഫീരിൽ ഖബ്രി, ഖബറിന്റെ തെല്ലത്തേക്ക് നിങ്ങൾ എന്നെ വെച്ചാൽ ഫദഊനി സാഅതൻ, എന്നെ ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് ഏകദേശം 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നെ അവിടെ വെച്ചേക്കണം. ഉടനെ ഖബറിലേക്ക് വെക്കരുത്. ഫഇന്നൽ മലായികത സൗഫ തുസല്ലി അലയ്യ, എന്റെ മയ്യിത്ത് നിസ്കാരത്തിന് അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകൾ വരും. അവരുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. എന്റെ മയ്യിത്ത് നിസ്കാരം ആദ്യം ചെയ്യുന്നത് മലക്കുകളായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم صلوا علي زرافات ووحدانا, നിങ്ങൾ ഒറ്റക്കും കൂട്ടമായും പിന്നെ എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചോളൂ. ആ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ثم صلوا علي في اي مكان, നിങ്ങൾക്ക് എവിടെ വെച്ചും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാം. فإن صلاتكم تبلغني, നിങ്ങളുടെ സ്വലാത്ത് അല്ലാഹു എനിക്ക് എത്തിച്ചു തരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് സ്വഹാബത്ത് ചർച്ച നടക്കുകയാണ്. ജന്നത്തുൽ ബഖീഇലാവണോ, ജന്നത്തുൽ ഗർഖദിൽ പരിശുദ്ധരായ ഉഹദിലെ ശുഹദാ കിടക്കുന്നിടത്താവണോ, എവിടെയാണ്? ഏത് മണ്ണും ഹബീബിനെ കിട്ടാൻ കൊതിക്കുകയാണ്. നൈലുൽ ഔതാറിൽ മഹാനായ മുസന്നിഫ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് നിസ്കാരത്തിന് 37,000 ആളുകളാണ് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് നിസ്കരിച്ചത്. 37,000. അന്ന് മദീനയുടെ ജനസംഖ്യയാണത്. അല്ലാഹുവിന്റെ ഹബീബിന് ഇമാമില്ല. മാ കാന ലഹും ഇമാമുൻ യുസല്ലി ബിഹിം ബൽ സ്വല്ലാ കുല്ലു ഇൻസാനിൻ മിൻഹും അലാ ഹിദ, ഓരോരുത്തരും ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. ഹബീബിന്
ആരാണ് ഇമാമ നിൽക്കാൻ കഴിയുക? മുത്തനബി തങ്ങളുടെ ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ സ്വഫിലുണ്ട് സിദ്ദീഖ് എന്നവര്, ഉമർ എന്നവര്. അവര് ദുആ ഇറക്കുന്നത് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരത്തിൽ ചൊല്ലിയ ദുആ, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് സ്വലാത്തും സലാമും ചൊല്ലട്ടെ നബിയേ. നശ്ഹദു അന്നക ബല്ലഗ്തർ റിസാല വഅദ്ദൈതൽ അമാന വനസഹ്തൽ ഉമ്മ വജാഹദ്ത ഫില്ലാഹി ഹത്താ അതാകൽ യഖീൻ എന്ന് നബി തങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നത്, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ദുആ ഇറക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യേണ്ടത് മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്താകുന്നത് നിങ്ങൾ അവിടെയാണ് അവരെ മറവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് ഇനിയൊരു മഖ്ബറയാവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. അവിടെ തന്നെയാണ് ഖബർ കുഴിക്കുന്നത്. ആ വീടാണ് നമ്മൾ ഇന്ന് റൗളത്തുശ് ശരീഫ്, പരിശുദ്ധമായ ഹബീബിന്റെ റൗള എന്ന് പറയുന്നത്. ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയുടെ ഹുജ്റയാണത്. ആ വീട്ടിൽ മൂന്നാളുകളാണ് കിടക്കുന്നത്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളാണല്ലോ അന്ന് തോളിൽ പിടിച്ച് നടന്നുകൊണ്ട് പറഞ്ഞതല്ലേ മഹാനായ സിദ്ദീഖ് എന്നവരോടും ഉമർ എന്നവരോടും, ഉമറേ സിദ്ദീഖേ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകും സിദ്ദീഖേ ഉമറേ. ആ വാക്ക് പുലരുകയാണ്. ദുനിയാവിലെ സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ കിടക്കുകയാണ് ആ മഹത്തുക്കൾ. അഷ്റഫുൽ ഖൽഖിനെ മറവ് ചെയ്തു. പരിശുദ്ധമായ ആയിഷ ബീവിയുടെ റൂമിൽ ഹബീബ് വഫാത്തായിടത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സംഭവം ഉദ്ധരിക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായി ഹബീബിനെ മറവ് ചെയ്ത് സ്വഹാബിമാർ തിരിച്ചു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിന്റെ സൈഡിൽ നിന്നിട്ട് ചോദിക്കുന്നു, യാ അനസു, അനസേ كيف طابت أنفسكم أن تحثوا التراب على رسول الله. അനസേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ അനസേ, എന്റെ ഉപ്പയുടെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. വഫാത്തായവരെ മറവ് ചെയ്തല്ലേ പറ്റൂ. ഹബീബിനെ തന്നെയും നബി തങ്ങൾ അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. സ്വഹാബത്തിന് താങ്ങാൻ കഴിയുമാകുമായിരുന്നില്ലാത്ത ആ സംഭവം മദീനയിൽ നടക്കുമ്പോ ഫാത്തിമ ബീവി അവിടുത്തെ ഉപ്പയെ കുറിച്ച് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ഉപ്പയെ എങ്ങനെയാണ് അവർക്ക് മണ്ണ് വാരിയിടാൻ കഴിഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹുവിന് ഇതിന് മറുപടി കൊടുക്കാൻ കഴിയൂല. അനസ് റളിയല്ലാഹു അൻഹു മറുപടിയില്ല. സ്വഹാബിമാർ മുഴുവനും ധരിച്ചു നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും സ്വഹാബത്തിന്റെ വിഷമം തീർന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ എന്നവരുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ, അസ്സലാമു അലൈക യാ ഉസ്മാൻ, ഉസ്മാനെ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് ഉമർ എന്നവർ സലാം പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നില്ല. ആ സലാം മടക്കാത്തത് വൈരാഗ്യം കൊണ്ടല്ലെന്നോർക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെന്നു. സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുന്നത് അത്ര വലിയ കുറ്റമാണെന്ന് പഠിപ്പിക്കാൻ തന്നെ. ആരോടാ പരാതി? ഖലീഫത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. യാ ഖലീഫത്ത റസൂലില്ലാഹ്, സിദ്ദീഖ് എന്നവരെ, ഞാൻ സലാം പറഞ്ഞിട്ട് ഈ ഉസ്മാൻ എന്നവരെ എന്നോട് സലാം മടക്കിയിട്ടില്ല. സിദ്ദീഖ് എന്നവർ വിളിച്ചു, ഉസ്മാനെ ഇവിടെ വാ. ലിമലം തുസല്ലിം അലാ അഖീക ഹീന സല്ലമ അലൈക, നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൻ സലാം പറഞ്ഞിട്ട് എന്തേ സലാം മടക്കാതിരുന്നത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ, കുന്തു ഫീ ഹൗലി വഫാത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ വഫാത്തിന്റെ സങ്കടത്തിന്റെ ബേജാറിലായിരുന്നു ഞാൻ. ആ വിഷമത്തിനിടയിൽ എന്റെ മുമ്പിലൂടെ ആര് പോയതും പറഞ്ഞതും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം കേട്ടിട്ടില്ല. അബൂബക്കറേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന്റെ വേദനയിൽ ഞാൻ ഇരിക്കുകയാണ്. എന്റെ മുമ്പിൽ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന്
ഹബീബിന്റെ പുതിയ പിളയും ദുന്നൂറൈൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് വിട പറഞ്ഞു. ആ വിട പറയലിനോളം സങ്കടമുള്ള ഒന്ന് ലോകത്തിന് ഒരു മുഅ്മിനിനും വരാനില്ല, ഒരു മുഅ്മിനും വരാനില്ല. അല്ലാഹു ഈ ഉമ്മത്തിന് കാവൽ നൽകട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബിനെ നാളെ മഹ്ശറായിലും അവിടെ നിന്ന് അങ്ങോട്ട് ഹൗദുൽ കൗസറിന്റെ അരികത്തും സ്വർഗത്തിലും വെച്ച് കാണാനുള്ള ഭാഗ്യം തരട്ടെ. സ്വപ്ന ദർശനങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തർബിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹബീബ് ഇട്ടേച്ചു പോയത് ഇൽമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിൽ അങ്ങാടിയിൽ ചെന്നൊരു വിളംബരം ചെയ്തു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ ഈ അങ്ങാടിയിൽ തിക്കും തിരക്കും കൂടുകയാണോ? വമീറാസു റസൂലില്ലാഹി യുഖ്സമു ഫിൽ മസ്ജിദി, ഹബീബിന്റെ പള്ളിയിൽ നബി തങ്ങളുടെ സ്വത്ത് അനന്തരം വീതിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടയോ? ഹബീബിന്റെ സ്വത്ത് വേണ്ടയോ? എല്ലാവരും ഓടാൻ തുടങ്ങി അങ്ങാടിയിൽ നിന്ന്. ഹബീബിന്റെ സ്വത്ത് അവിടെ ഓഹരി വെക്കുന്നുണ്ടെന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഓടി, എല്ലാവരും ഓടി. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇൽമിന്റെ സദസ്സ് നടക്കുന്നുണ്ട്. ഇൽമിന്റെ സദസ്സ് നടക്കുന്നുണ്ട്. അവര് ചോദിച്ചു, യാ അബൂ ഹുറൈറ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? നബി ഞങ്ങളുടെ സ്വത്തോ ഇവിടെ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ, കാണുന്നില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അഹ്ലസ് സൂഖ്, നിങ്ങൾക്കറിയില്ലേ മുത്തുനബി ഞങ്ങൾ പറഞ്ഞത്, നഹ്നു മആശിറൽ അംബിയാഇ ലാ നരിസു വലാ നൂറസു, ഞങ്ങൾ പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരം എടുക്കപ്പെടുകയോ ഞങ്ങളുടെ വാപ്പമാരിൽ നിന്ന് അനന്തരം എടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് അറിയണം. അല്ലാഹുവിന്റെ റസൂൽ മാ തറക വഹൽ തറക റസൂലുള്ളാഹി ദിർഹമൻ ഔ ദീനാറാ, നബി തങ്ങൾ പൈസയാണോ ഇവിടെ ഇട്ടേച്ചു പോയത്? ഇന്നമാ തറകൽ ഇൽമ, ഇൽമല്ലയോ നബി തങ്ങൾ ഇട്ടേച്ചു പോയത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, അതുകൊണ്ട് ഹബീബിന്റെ ഇൽമ കിട്ടിയാൽ അത് നബി തങ്ങളുടെ അനന്തര സ്വത്താണ്. അതുകൊണ്ട് അങ്ങാടിയിലെ കച്ചവടത്തിന്റെ ഇടയിൽ ഇൽമ പഠിക്കാൻ സമയം കണ്ടെത്തണേ. ഇൽമ നശിച്ചു പോവരുത്, ഇൽമില്ലാതെയായി പോവരുത്, ഇൽമില്ലാതെയായി പോവരുത്. ഹബീബിന്റെ അനന്തര സ്വത്ത് അതാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നമ്മുടെ ഇൽമ മുഴുവനും നമുക്ക് നാഫിആക്കി തരട്ടെ. ഹബീബിന്റെ മദീനയിലേക്ക്, അല്ലാഹുവിന്റെ ഹറമായ പരിശുദ്ധമായ മക്കയിലേക്ക് ഒരുപാട് തവണ എത്താനും ഹബീബിനോട് സലാം പറയാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഈ പരിശുദ്ധമായ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഈ പാപ്പങ്കോയ തങ്ങൾ റഹിമഹുള്ളയുടെ നഗരിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധമായ മുനാരവും ഇവിടുത്തെ പച്ചക്കുബ്ബയും ഹബീബിന്റെ റൗളക്ക് സമാനമായ ആ ഒരു നിറത്തിലും ഭാവത്തിലും ഉണ്ടാക്കി വെച്ചപ്പോ ഇത് പരിശുദ്ധ റൗളയിലേക്ക് കടന്നു പോവാനുള്ള, മുഅ്മിനീങ്ങൾക്ക് റൗള സന്ദർശിക്കാനും മനസ്സിനുള്ളിൽ ഹബീബിനെ ആവാഹിക്കാനുമുള്ള മഹനീയമായ വേദിയാണ്. അല്ലാഹു ഇത് ഹബീബിന്റെ റൗളയിലെത്താൻ നമുക്കൊരുപാട് നിമിത്തമാക്കി തരട്ടെ. ഹബീബിന്റെ സ്മരണ ഒരുപാട് ഓർക്കപ്പെടുകയും ഒരുപാട് സ്വലാത്ത് നടക്കുകയും ചെയ്യുന്ന മസ്ജിദാണ് ഈ പരിശുദ്ധമായ കുമ്പോലിലെ മസ്ജിദ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആത്മീയമായ വിജയം, ഖൽബിന്റെ നൂറ് വേണോ? ഈ പരിശുദ്ധമായ നാട്ടിലേക്ക് വരണം. ഈമാനിന്റെ വെളിച്ചം വേണോ? അഹ്ലുബൈത്തിന്റെ പൊരുത്തം വേണോ? ഇങ്ങോട്ട് വരിക. ഹബീബിന്റെ സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് ഇവിടെ, ഇൽമും ബഹ്സും നടക്കുന്നുണ്ട് ഇവിടെ, സ്വലാത്തും തസ്ബീഹും നടക്കുന്നുണ്ട് ഇവിടെ, ഇൽമിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ആരൊക്കെയാണോ ഈ പരിശുദ്ധമായ നഗരിയിലെ ഈ ഈമാനിന്റെ വെളിച്ചത്തിന് കാരണക്കാരായ സയ്യിദന്മാർ, അല്ലാഹുവേ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, ആരോഗ്യം വർദ്ധിപ്പിക്കണേ തമ്പുരാനെ.